ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഇന്ന് വന്നിട്ടുള്ളത് 2 വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് നിങ്ങളെ കൂടി ഇന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് എല്ലാവരുടെയും കയ്യിൽ വന്നിട്ടില്ല ഈ ഒരു പ്ലാന്റ്. ഇതിപ്പോൾ ഞാൻ വളരെ ചെറുതിലേ വാങ്ങി നട്ടിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് സൂസൻ ജെയ്പോം ഓറഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു അഗ്ലോണിമ പ്ലാന്റാണ്. അഗ്ലോണിമയുടെ വെറൈറ്റി പ്ലാന്റാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും വന്നിട്ടില്ല ഈ ഒരു പ്ലാന്റ്. ഞാൻ വളരെ ചെറുതിലേ വാങ്ങി നട്ട് വളർത്തിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെഡ് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി റെഡ് കളർ. അപ്പോൾ അതിൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം, ജയ്പോ റെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു അഗ്ലോണിമ പ്ലാന്റ്. അതെൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സെയിലിനായിട്ടും അതുപോലെ പല വീഡിയോകളും ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഈ ഒരു വെറൈറ്റി. അപ്പോൾ അതിപ്പോൾ റെഡ് കളർ ലീഫാണെങ്കിൽ ഇതിപ്പോൾ ഓറഞ്ച് കളർ ലീഫാണ്. ഓറഞ്ച് കളറിൽ സൈഡിലൂടെ ചെറിയൊരു ഗ്രീൻ കളറും കൂടെ ചേർന്ന് വരുന്നതാണ് പിന്നെ സൂസൻ ജെയ്പോ ഓറഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മുട്ടത്തോടൊക്കെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നേർത്ത പൊടിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വേണമെങ്കിലും ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിട്ടാലും നല്ലതാണ്. നല്ല കാൽസ്യത്തിൻ്റെ കുറവുള്ള പ്ലാന്റുകൾക്കൊക്കെ മുട്ടത്തോട് ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ് കുറച്ച് പഴയ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിൻ്റെ നമ്മളെ പ്ലാന്റിൻ്റെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ അതിൻ്റെ ചുവട് ചീയലും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടുകളെല്ലാം ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു കുമിൾ രോഗം കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ ലീഫിൻ്റെ വളർച്ചയെല്ലാം മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങനെ വീണ് അഴുകിപ്പോകാറുണ്ട്. തണ്ടിലൂടെ അങ്ങനെ ആ രോഗം ബാധിച്ച് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ വളർച്ച ഒന്ന് മുരടിക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പ്ലാന്റ് എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് സാവിലൊക്കെ മുക്കി നമ്മൾ വീണ്ടും ചീഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പേരറിയാത്തത് കൊണ്ട് അറിയാത്ത പേര് ഞാൻ പറയുന്നില്ല. 2 പേര് ഇതിനുണ്ട്. അപ്പം അടിപൊളി പ്ലാന്റാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ആ ഭംഗിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല റൗണ്ട് ഷേപ്പുള്ള ലീഫാണ്. അതുപോലെ തന്നെ മെച്ചോർഡായിട്ടുള്ള ലീഫിന് നല്ല പ്യുവർ വൈറ്റും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ്. പുതിയ ലീഫിന് ഈ ഒരു കളറാണ്. നല്ലൊരു കളറാണ് അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുകളൊക്കെ എൻ്റെ കയ്യിൽ വേറെയും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വരും വീഡിയോയിലൊക്കെ കാണാം. വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പം സെയിൽ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതാണ്. നമുക്കിങ്ങനെ ഈ മൂടി ചെയ്യുന്നതിന് ഞാൻ എൻ്റെ കുറേ അഗ്ലോണിമ പ്ലാന്റ്, കുറച്ച് കലേഡിയത്തിൻ്റെ കിഴങ്ങെല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. വേറെ അങ്ങനെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോലെ, പക്ഷേ അതിനകത്തൊന്നും കാണത്തില്ല. വേരെല്ലാം എന്ത് തിന്നണമെന്ന് അതിൽ ഞാൻ മണ്ണ് നന്നായിട്ട് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് സ്യൂഡാമോണസ് എന്ന് പറയുന്ന ആ ഒരു മരുന്ന് വാങ്ങി. കുമ്മായമാണ് കുമ്മായത്തിൻ്റെ അതിലെന്തോ മരുന്നുകളൊക്കെ ചേരുന്നതാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നേർപ്പിച്ചിട്ട് 20 ഗ്രാം സ്യൂഡാമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ കുറച്ച് സ്യൂഡാമോണസ് മിക്സ് ചെയ്ത് ഇതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാന്റ് ആ ഒരു പോട്ടിങ്ങിൽ നടുക. വീണ്ടും